ഇല്ല, ഞാൻ വണ്ടിക്ക് കാണിച്ചു കൊടുത്തത് ഇതാണ് പമ്പെന്ന്. What's happening people, this is Kochi Machan and welcome back to another vlog. So yes, we are out for a night ride. നമ്മുടെ അൾട്രാ വയലറ്റ് F77 ആയിട്ട് ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് പെഗസിസ് എന്നാണ്. ദ വിങ്ഡ് വൈറ്റ് ഹോഴ്സ് എന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ പെഗസിസ് എന്നാണ് ഞാൻ എൻ്റെ വണ്ടിക്ക് ഉള്ള പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ്. വണ്ടി ഏകദേശം 90 കിലോമീറ്ററായി ഫുൾ ചാർജ് ചെയ്ത് ഇറങ്ങിയതാണ്. ഇപ്പോൾ കോമ്പാക്ട് മോഡാണ്. 199 കിലോമീറ്ററാണ് റേഞ്ച്. നമ്മുടെ ഇപ്പം നവീനുണ്ട്, എബി ഉണ്ട്. ആൻഡ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇപ്പോൾ പെട്ടെന്നൊക്കെ പെടുവാണെങ്കിൽ ഇവിടം വരെ എത്തിയാൽ സൂപ്പർനോവ ചാർജറുണ്ട്. 40 മിനിറ്റ് അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് 80% വരെ ചാർജ് ആവും. അപ്പോൾ അത് ഫ്രീ ആണ് ഇപ്പോൾ കേട്ടോ, തൽക്കാലത്തേക്ക് ഫ്രീ ആണ്. അപ്പോൾ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാം. അപ്പോൾ ഇന്നൊരു ഷോർട്ട് റൈഡാണ്, ഒരു നൈറ്റ് റൈഡ് എന്നുള്ള രീതിയിൽ. കാര്യം ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് കോൺഫിഡൻസ് ആണ്. 5% ബാറ്ററി വരെയും എനിക്ക് വണ്ടി 80-70 കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെ ഓടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ റൈഡ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം ഒരു അതിരപ്പള്ളി റൈഡ് പോകാം. അങ്ങനെ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് നമുക്ക് പിടിക്കാം. എവിടം വരെ നമുക്ക് പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ചിമ്മിനി ഡാം വരെ ഈ വണ്ടിയിൽ പോയിട്ട് വന്നു കേട്ടോ, കുഴപ്പമില്ലാണ്ട്. അപ്പോൾ അതിരപ്പള്ളിയും നമുക്ക് ഈസി ആയിട്ട് പോയി വരാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഞാൻ എൻ്റെ ആവറേജ് സ്പീഡ് 60, 70, 80 ആണ്. ഇപ്പോൾ വരും എല്ലാവരും. അപ്പോൾ അവരുടെ ഒപ്പം പിടിക്കാനായിട്ട് ബാറ്ററി കുറച്ച് സേവ് ചെയ്ത് വെക്കണം. എന്നാലേ അവന്മാരുടെ ഒപ്പമൊക്കെ നമുക്ക് ഒന്ന് പൊളിക്കാൻ പറ്റുള്ളൂ. എടപ്പള്ളിയൊക്കെ ഫുൾ പണി നടക്കുന്നതാണ്. ഹോപ്പ്ഫുള്ളി പണിയൊക്കെ തീർന്ന് ഇതുവഴി നല്ല പാലവും നല്ല റോഡൊക്കെ വരും നമുക്ക് പ്രതീക്ഷിക്കാം. നോട്ട് ഷുവർ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇലക്ട്രിക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ത്രോട്ടിൽ വിടുന്നു, ആ മൊമെൻറ്റത്തിൽ ഇങ്ങനെ പോകുന്നു. നമ്മൾ കൂടുതൽ തലവേന ഒന്നും എടുക്കാണ്ട് ഭയങ്കര ത്രോട്ടിൽ ഹാർഡ് ബ്രേക്കിംഗ് ഒന്നും ചെയ്യാണ്ട് ഓടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല റേഞ്ച്, നല്ല മൈലേജ്, ടയർ ലൈഫ്, ബ്രേക്ക് പാഡ് ലൈഫ് എല്ലാം കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ത്രോട്ടിൽ വിടത്തില്ല. അവിടെ എനിക്ക് ബ്രേക്ക് ചെയ്യണമെന്നറിയാമോ. അപ്പോൾ അത് ഞാൻ മുന്നേ കൂട്ടി കരുതി ഞാൻ ഓൾറെഡി ത്രോട്ടിൽ വിട്ട് നമ്മളിങ്ങനെ കോസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാം. അതാണ് നമ്മുടെ ഇലക്ട്രിക് വണ്ടികളുടെ മെയിൻ ഒരു സെറ്റപ്പ്. അങ്ങനെയാണ് നമ്മൾ ഓടിക്കേണ്ടത്. ഞാൻ വണ്ടീനെ ഫ്യൂൽ പമ്പ്, പെട്രോൾ പമ്പ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കണ്ടോ, ഇതാണ് പമ്പ്. ഇവിടെയാണ് നമ്മൾ പെട്രോൾ അടിക്കുന്നത്. പെട്രോള് ഇല്ല, ഞാൻ വണ്ടിക്ക് കാണിച്ചു കൊടുത്തത് ഇതാണ് പമ്പെന്ന്. ഇവിടെയാണ് നമ്മൾ പെട്രോൾ അടിക്കുന്നത്. കണ്ട, അങ്ങനെയാണ് പെട്രോൾ അടിക്കുന്നത്. ഇത് തുറന്നാൽ നമുക്ക് പെട്രോൾ അടിക്കാം. തുറന്നാൽ പെട്രോൾ അടിക്കാം. എടാ മഞ്ഞൾ പോയടാ വെയിൽ കൊണ്ടപ്പോൾ. ഇവിടെ മഞ്ഞളുണ്ടായിട്ടോ ഫുൾ ടാങ്കിലൊക്കെ. അതൊക്കെ പോയി വയ്യ, വെയിലടിച്ചപ്പോൾ എല്ലാം സെറ്റായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇപ്പോൾ 12 കിലോമീറ്ററായി. സാധാരണ എനിക്ക് ആലുവ വരെ എത്തുമ്പോൾ എനിക്ക് 10% ചാർജാണ് കഴിഞ്ഞ ദിവസം ഞാൻ യൂസ് ചെയ്തത് സിറ്റി കൂടെ വന്നപ്പോൾ കേട്ടോ. എല്ലാവരും നോക്കട്ടെ കേട്ടോ, വെള്ള വണ്ടി തിളങ്ങി നിൽക്കണു. ഇതിൻ്റെ ഒരു ഡിസൈനും ഇതിൻ്റെ കളിയാണ്. ആരായാലും ഒന്ന് നോക്കിയപ്പോൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ കുസാറ്റാണ്. ഇന്ന് നല്ല തിരക്കുണ്ട്. കാര്യം പൂജ ഹോളിൽ നിന്ന് 2 ഒക്ടോബർ അവധിയും. ഇവിടെ അവധിയും, റോട്ടിൽ നല്ല തിരക്കും. എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. നൈറ്റ് ലൈഫ് കൊച്ചിയിൽ നൈറ്റ് അടിപൊളിയാണ് ഇപ്പോൾ. ഓക്കെ, നമ്മുടെ 790 ഉണ്ട് കേട്ടോ. 790 ആ ഒരു എലി കടിച്ചിട്ട് അവിടെ മാറ്റി വെച്ചേക്കണതാണ്. ബാംഗ്ലൂരാണ്, അവിടെ പണിയുള്ളൂ. അപ്പോൾ ഒന്നും ചെയ്യാമല്ലോ, നമ്മൾ അവിടെ കൊണ്ടേ കൊടുത്തേ പറ്റുള്ളൂ. വേറെ എവിടെയും നമ്മുടെ വണ്ടി പണിയില്ല. ഇവിടെ പണിയില്ല, സർവീസ് ചെയ്യും. ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാനുള്ള ടെക്നീഷ്യൻ ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ കൊണ്ടേ കൊടുക്കണം. അപ്പോൾ അത് സമയമെടുക്കും. 1 മാസമെങ്കിലും, 45 ദിവസമാണ് പാർട്സ് വരാൻ. അപ്പോൾ അത് കഴിഞ്ഞാലേ നമുക്ക് സംഭവം കിട്ടുള്ളൂ. ഓക്കെ സോ ഇതൊക്കെ കേട്ടോ നമ്മുടെ വണ്ടികൾ. അത് നമ്മുടെ ട്രയംഫിൻ്റെ ഒരു ബോബറുണ്ട് 1200, Z900 ഉണ്ട്, ട്രയംഫ് സ്ക്രാംബ്ലർ 400, അഡ്വഞ്ചർ 390, ഒരു ടൈഗർ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് അവധി ദിവസമാണ്. പക്ഷേ എല്ലാവരും മടിയൊക്കെ പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. നോക്കാം, എയർപോർട്ടിൽ പോയി നോക്കാം. അയ്യോ പേടിയാവണോ. എൻ്റെ 790 ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു. ഫസ്റ്റ് റൈഡ് വിത്ത് ബിഗ് ബോയ്സ്. ഞാൻ മോജോ ഉള്ളപ്പോൾ ഇവരുടെ ഓടിക്കാറുണ്ട്. അങ്ങനെ വണ്ടി വെച്ചിട്ടല്ല ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത്. ലൈക്ക് അങ്ങനെ ഇന്ന വണ്ടി വേണം, ഇന്ന വണ്ടി ഉണ്ടെങ്കിലേ നീ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളൂ എന്നൊന്നുമില്ല. അങ്ങനത്തെ ഗ്രൂപ്പല്ല കേട്ടോ. ഇത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ഫ്രണ്ട്സാണ്. ഞങ്ങൾക്ക് ഗ്രൂപ്പ് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണ്. യു ക്യാൻ ഹിയർ ദ ഇൻലൈൻ, ദ പാരൽ ട്വിൻ. അതാ Z900. ഒരേ പൊളിക്കാനാണോ?
ഈശ്വര മുന്നേ മിന്നിച്ചേക്കണേ. റീജൻ ഓൺ ആയിട്ടില്ല ഇതുവരെ. 89% ആവണം കേട്ടോ റീജൻ ഓൺ ആവാൻ. ഓവർ നല്ല രസമുണ്ട്, നല്ല ഭംഗി വണ്ടി കാണാൻ. ഞാൻ ബലസ്റ്റിക് മോളിൽ ഇട്ടിട്ടില്ല കേട്ടോ. ബലസ്റ്റിക് മോളിൽ സിഗ്നലിൽ നമുക്ക് നോക്കാം. 89 ആയിരിക്കുന്നു. ഇത് മറ്റേ F1-ലൊക്കെ മറ്റേ നമുക്ക് അയ്യോ ആ ഓവർടേക്ക് ചെയ്യുമ്പോൾ സാധനമല്ല ഇതെന്തോ നമുക്ക് കൂടുതൽ എന്തോ ഒരു സാധനം കിട്ടിയ പോലെ കേട്ടോ. 89% ആയപ്പോൾ നമുക്ക് സാധനം ഓണായ. എന്താണ്? ഓ 777 നല്ല രസമുണ്ട് കേട്ടോ വണ്ടി കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. അപ്പോൾ ബലസ്റ്റിക് മോഡ് ഇട്ടാൽ പറക്കൂട്ട വണ്ടി സുഖമായിട്ട് ഈസി. പെട്ടെന്ന് 120 ഒക്കെ ഇഷ്ടപ്പെട്ടേന്നാണ് കയറണേ. കാലിൻ്റെ അടിയിൽ നിന്നൊക്കെ കയറണം കേൾക്കുമ്പോൾ. കണ്ട റീജിയൻ ഓണാക്കിയിട്ടുകൊണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് ആ ബ്രേക്കിംഗ് നടക്കേണ്ടത് കേട്ടോ. ഞാൻ ഒന്നും ചെയ്യണല്ലോ. അപ്പോൾ കുറച്ച് ചാർജ് വെച്ച് നമ്മുടെ വണ്ടി തിരിച്ചു കയറും. ഓ ഞാൻ ക്ലച്ച് തപ്പുക. ആരാ അത്? ആരാ? ഓ ഗോയ്സ്, അപ്പോൾ അതെ നമ്മുടെ ഇപ്പോൾ എന്തേ ഒരു RS 457 കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി ഒരു 10R-ഉം ആ എയർപോർട്ട് സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു ബൂസ്റ്റർ ചായ ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്യാറ് പൊതുവെ. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ബൂസ്റ്റർ ചായ. ഫ്ലോറ ഹോട്ടൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് ബൂസ്റ്റർ ചായ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ നല്ല ഫുഡ് കിട്ടും. അപ്പോൾ ഇതാണ് സ്പോട്ട് കേട്ടോ. അവരൊക്കെ പോവാണോ? പോസ്റ്റാ, എല്ലാവരും പോസ്റ്റാ. ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. അങ്ങനെ എബിയുടെ ബർത്ത്ഡേ ആണ്. 18 വയസ്സ് തികഞ്ഞു. ഇനി അവൻ പ്രൊഫഷണലായിട്ട് വണ്ടി ഓടിക്കാന്നല്ലേ, ലൈസൻസ് ഒക്കെ എടുത്ത് വണ്ടി ഓടിക്കാം. ഇന്ന് പിന്നെ കൊല്ലാമണ പരിപാടി കേട്ടോ. അതിനാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഇവിടെ കൂടിയേക്കുന്നത്. ഇന്ന് തീരുന്നേ. സർപ്രൈസ് അല്ല, നിനക്ക് സർപ്രൈസ് ആയിരിക്കും. മറ്റുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എബിനെ കൊല്ലാണ സാധനങ്ങളായിട്ടുണ്ട്. മുട്ടയൊക്കെ എടുത്തോ? എടാ പൊട്ടിച്ച എന്റെ മേത്തൊക്കെ ഒന്നുമില്ലേ? പിടിച്ചിട്ടുണ്ട് ഞാൻ, ദൂരെ പിടിച്ചിട്ടുണ്ട്. കൊന്നേക്ക് വൺ സർപ്രൈസ് എക്സൈറ്റ്മെന്റെങ്കിലും കാണിക്കണ. അവൻ പോയി വാ. ഹാപ്പി ബർത്ത്ഡേ. പ്രായപൂർത്തിയായി. പൂത്രി കട്ടി. എനിക്ക് പാട്ടുണ്ട്. ഞങ്ങൾ പാടുന്നില്ല. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. 18ആയി ഉള്ള എന്താണ് 18 വയസ്സായിട്ട് കട്ട് ചെയ്യാറില്ല കേക്കൊന്നും. എങ്ങനെ ജീവിതം നിന്റെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നീ? എന്താ ചെയ്യാനാണ്? എബിയാണ് എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ പോവാ. ചേട്ടാ 18 വയസ്സായി. 18 വയസ്സ്. വേഗം ഇല്ല, അത് തന്നെ റിപ്പീറ്റ് ചെയ്തോ. അരെ വാ. നോ ഇല്ല.
ഓ അതുകൊള്ള 18 നിനക്ക് 18 ഇത് ഡാൻസ് ബാറ്റിലായി. അപ്പൊ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇതാണ് അരുൺ ബ്രോ. അപ്പൊ ആളുടെയാണ് നമ്മുടെ ബോബർ. ഇത് 1200 ആണ്. അടിപൊളി ടോർക്കാട്ടോ, നല്ല രസമാണ് വണ്ടി ഓടി പോണ കാണാൻ. സോ ഇത് പുള്ളി ഇത് ബ്രോയുടെ പേരെന്തായിരുന്നു? ബിൻഡോ. യെസ്, ആള് ഫോട്ടോ ചെയ്യുന്നത് തന്നെ. ഇത് പുതിയ 900 2025 വേർഷൻ. ആള് ഫ്രഷ് എടുത്താണ്, ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എത്ര കിലോമീറ്റർ വണ്ടി? 1000 ആയിട്ടില്ല. എത്രയപ്പോൾ ഓൺ റോഡ് ഇതപ്പോൾ? 21.3. ഇത് റാലി പ്രോ. അടിപൊളി. പിന്നെ ഒരു പുതിയ വണ്ടിയും കൂടെ ഉണ്ടായില്ല, RSV4 ഓഫർ. സോറി. അപ്പൊ അത് ഇപ്പൊ എത്ര ഓൺ റോഡ്? എത്ര ഇപ്പൊ? 6+1 വരുന്നുള്ളൂ. അത് വിത്ത് ഷിഫ്റ്റർ മറ്റേ GST കഴിഞ്ഞിട്ടല്ലേ? GST കഴിഞ്ഞാൽ എത്ര ഇൻക്രീസ് ആയിട്ടുണ്ട്? 15,000 സംതിങ്. ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ മൊത്തം 6 രൂപ അടുപ്പിച്ചേക്കും. ഓക്കെ. അപ്പൊ പിന്നെ ഇത് നവീന്റെ വണ്ടി, ഇത് നമ്മുടെ വണ്ടി. റിച്ച് ദ ബൈക്കർ ബോയ് വിത്ത്. എടാ ഇതിനി ഈ വീഡിയോ കണ്ട് പോലീസിൽ നിന്ന് എനിക്ക് ഫൈൻ വന്ന എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ശരിയാട്ടോ, ഈ എക്സോസ്റ്റ് വെച്ച 300 നമ്പർ, ഇതാണ് നമ്പർ. പിന്നെ ഇത്ര നേരം വീഡിയോ എടുത്ത് നമ്പറൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത് നമ്മുടെ ഷാഡോ. വേണ്ട, നിന്നെ പൊക്കെ എന്നെ പറയുന്നത് ടെമ്പറില്ലാത്ത വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും എനിക്കൊരു പങ്കില്ല. അപ്പൊ ഇതാണ് പുള്ളിയുടെ RS ടെമ്പറിൽ. ഇത് നമ്മുടെ ടെമ്പറിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ റൈഡ് കഴിഞ്ഞു. ഇനി എല്ലാവരും തിരിച്ച് വീട്ടിലേക്കാണ്. മണി 12 എബിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അത് ആഘോഷിച്ച്. അത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ നല്ല തലവേദന എടുക്കുന്നത്. അതാണ് ഇന്ന് കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. എനിക്ക് റിവേഴ്സ് മോഡൊക്കെ ഉണ്ട്. മാറിക്കോ. എന്ത് ചെയ്യാനാടാ, ജീവിച്ച് പോകണ്ടേ. ഓക്കെ, സോ നമ്മൾ കുറച്ച് വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. സമയം 1 മണിയാവുന്നു. നമ്മൾ ഇന്നത്തെ നൈറ്റ് പരിപാടി നമ്മൾ തീർക്കുകയായി. എന്താ പറയുക, അത് ടൈഗർ കാണുള്ളല്ലോ. ഇത് വേറെ ഇസ് ദ ടൈഗർ. ഓ ഓ ബോബറിൽ നിന്ന് മാറിയപ്പോഴത്തേക്ക് ആള് ഇരിക്കല്ല. വണ്ടി മാറി കയറിയപ്പോൾ സുഖം കിട്ടിയിട്ടാണോ അതോ സുഖം കുറഞ്ഞു പോയതുകൊണ്ടാണോ? അല്ല, ടൈഗറിൽ ഇരിക്കല്ല, മറ്റാ ടൈഗറിൽ എഴുന്നേറ്റ് നിന്ന് വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. വണ്ടിയിൽ ഇരിക്കാൻ സുഖമില്ലാഞ്ഞിട്ടാണോ? എഴുന്നേറ്റിരിക്കുന്നത്? അത് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? പോവാ. ഭയങ്കര ടോർക്കിയല്ലേ ഇതിനെക്കാട്ടും ഭയങ്കര ടോർക്കിയല്ലേ അത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നൈറ്റ് റൈഡ് അവസാനിപ്പിക്കുകയാണ്. നമ്മളിനി കൊച്ചിയിലൂടെ കുറച്ച് പോകും. യെസ്, ടാറ്റ. ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. 18 ആയെന്ന് പറഞ്ഞ് എല്ലാ ചെറ്റത്തരവും കാണിക്കരുത്. ഓക്കെ, ബൈ. അപ്പോൾ അങ്ങനെ എല്ലാവരും പിരിയുകയായി. നമുക്കിനി കുറച്ച് കൊച്ചിയിലെ കാഴ്ചകൾ ഞാൻ ജസ്റ്റ് നിങ്ങളെപ്പോഴും എൻ്റെ നൈറ്റ് വീഡിയോസിൽ കാണുന്നതാണ്. അപ്പോൾ ആള് കത്രിക്കളവ് അവിടം വരെ ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ച് നമ്മുടെ കൊച്ചി വീട്ടിലേക്ക്. ഓക്കെ. Okay, so we are off to
നമ്മൾ കൊച്ചിക്ക് പോവുകയാണ്. ഫസ്റ്റ് റൈഡ് വണ്ടി 140 കിലോമീറ്റർ 80 കിലോമീറ്റർ എന്തായിരുന്നു തോന്നുന്നു എൻ്റെ ഒരു ഊഹം വെച്ച്. ഇപ്പോൾ 140 കിലോമീറ്റർ ടോട്ടൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാറ്ററി റിമൈൻസ് അറ്റ് 60%. നിങ്ങൾ കണ്ടു ഈ ഉള്ള പൊളി മൊത്തം പൊളിച്ചിട്ടും എനിക്ക് ഇത് ഞാൻ കോമ്പാക്റ്റിലാണ്, ഗ്ലൈഡിലിട്ട് നോക്കാം നമുക്ക്. ഇതിൽ 155 കിലോമീറ്ററും കൂടെ നമ്മുടെ വണ്ടി ഓടും കേട്ടോ. എല്ലാം നമ്മുടെ ആപ്പിൽ കാണാൻ പറ്റും. ഇന്ന് എത്ര കിലോമീറ്റർ ഓടി, ഞാൻ എത്ര നേരം വണ്ടി എങ്ങനെയൊക്കെ ഓടിച്ചു, ഏതൊക്കെ രീതിയിൽ ബ്രേക്കിംഗ്, എത്ര ചാർജ് ഉള്ളിൽ തിരിച്ച് കയറി, എത്ര ചാർജ് പോയതിന്, എത്ര CO2 സേവ് ചെയ്തു, ഇതെല്ലാം നമുക്ക് ഒരക്ഷരം വിടാണ്ട് എല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആപ്പ് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും കാണിച്ചു തരാം, എത്രയാണ് ആപ്പ് ഓടിയത്, എല്ലാ കാര്യങ്ങളും. നമുക്ക് ആ ഡേറ്റ എങ്ങനെ നമുക്ക് ആ ഡേറ്റ എടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെയർ ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോയിൽ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം, മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.